ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പോർച്ചുഗൽ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്ലൊവാക്യയിലെത്തി. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്ലൊവാക്യ സന്ദർശനം 29 വർഷങ്ങൾക്ക് ശേഷം. രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ. വഖഫ് നിയമം സാമൂഹിക നീതിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. വയനാട് ജില്ലയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള വൃത്തി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. അമേരിക്ക ഏർപ്പെടുത്തിയ പകര തീരുവ ഇന്നു മുതൽ നിലവിൽ വരും. പ്രത്യാഘാതങ്ങൾ ദരിദ്ര രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് UN. വാർത്തകൾ വിശദമായി. പോർച്ചുഗൽ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്ലൊവാക്യയുടെ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെത്തി. 29 വർഷത്തിനു ശേഷം ആദ്യമായാണ് ഇന്ത്യൻ രാഷ്ട്രപതി സ്ലൊവാക്യയിലെത്തുന്നത്. രാഷ്ട്രപതി ഇന്നലെ പോർച്ചുഗൽ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവിധ ഉഭയകക്ഷി അന്തർദേശീയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം 2025 പ്രാബല്യത്തിൽ വന്നു. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസായത് സാമൂഹിക നീതിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുസ്ലിം വിഭാഗം ഉൾപ്പെടെ എല്ലാ സമുദായങ്ങളുടെയും താൽപര്യങ്ങൾ നിറവേറ്റുന്ന ശ്രദ്ധേയമായ നിയമം നടപ്പിലാക്കിയതിന് പാർലമെന്റിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വഖഫിന്റെ പവിത്രതയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, मैं देश की संसद को सर्व समाज के हित में, मुस्लिम समाज के हित में एक शानदार कानून बनाने के लिए बधाई देता हूं. अब वक्फ की पवित्र भावना की भी रक्षा होगी और गरीब, पसमानदा मुसलमान, महिला, बच्चे सबके हक भी महफूज रहेंगे. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം ഇന്ന് മുംബൈയിൽ വ്യാവസായിക നേതാക്കളുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ദുബായ് കിരീടാവകാശി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും UAE ഉപപ്രധാനമന്ത്രി ചർച്ച നടത്തി. രാജ്യത്തെ കലാകാരന്മാർക്ക് തങ്ങളുടെ ആശയങ്ങൾ ആഗോളതലത്തിൽ എത്തിക്കുന്നതിന് വേവ്സ് ഉച്ചകോടി സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ സ്വകാര്യ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച റൈസിംഗ് ഭാരത് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുവാക്കളാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം അറിയിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ധനനയം ഇന്ന്. മുംബൈയിൽ നടക്കുന്ന ധനനയ സമിതിയുടെ 3 ദിവസത്തെ യോഗത്തിനു ശേഷം RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് നിരക്കുകൾ പ്രഖ്യാപിക്കുന്നത്. റിപ്പോ, റിവേഴ്സ് റിപ്പോ നിരക്കുകൾ, GDP വളർച്ച, പണപ്പെരുപ്പം തുടങ്ങിയവ സംബന്ധിച്ച വിശദാംശങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കും. ഇന്ത്യയ്ക്കുമേൽ US ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവയുടെ പശ്ചാത്തലത്തിൽ ഏറെ ആകാംക്ഷയോടെയാണ് സാമ്പത്തിക മേഖല ഇന്നത്തെ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്. രാജ്യം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖലയിൽ ശ്രദ്ധേയമായ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇലക്ട്രോണിക്സ് വിതരണ ശൃംഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നത് ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Electronics exports have increased more than 6 times. Production CAGR is 17+% and exports CAGR is 20+%. Within a short time frame, the ecosystem, which means the components manufacturers and the diversity of the manufacturing ecosystem in the country, has substantially increased. ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നടക്കുന്ന നവകർ മഹാമന്ത്ര ദിവസ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. മാനുഷിക ഐക്യവും ധാർമ്മികതയും വളർത്താൻ ലക്ഷ്യമിട്ട് ജൈനമത വിഭാഗമാണ് നവകർ മഹാമന്ത്ര ദിവസ് സംഘടിപ്പിക്കുന്നത്. സമാധാനത്തിനും ഒരുമയ്ക്കും വേണ്ടിയുള്ള ആഗോള പ്രയത്നത്തിൽ 108-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ത്യയിൽ തുടർച്ചയായ പരിഷ്കാരങ്ങൾക്കും സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലണ്ടനിലെ ഇന്ത്യ ഹൌസിൽ ഇന്നലെ നടന്ന പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ധനമന്ത്രി.
ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് പൊതുസേവനങ്ങളുടെ ഡിജിറ്റലൈസേഷനാണെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ അറിയിച്ചു. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ 22 മാവോയിസ്റ്റുകൾ കൂടി സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇവരിൽ 4 മാവോയിസ്റ്റുകൾക്ക് 26 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് 50,000 രൂപ വീതം നൽകും. ബീജാപൂർ ജില്ലയിൽ ഈ വർഷം ഇതുവരെ ഏകദേശം 180 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് ജില്ലയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിലവിൽ വരും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വർഷങ്ങളായുള്ള വയനാട്ടുകാരുടെ വലിയ ആവശ്യമായിരുന്നു ജില്ലയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം വേണമെന്നത്. ഇത് യാഥാർത്ഥ്യമാവുകയാണ്. തുടക്കത്തിൽ പ്രതിദിനം 50 പേർക്കും തുടർന്ന് 120 പേർക്കും സേവാ കേന്ദ്രത്തിൽ സേവനം ലഭിക്കും. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലെ രണ്ടാമത്തതും രാജ്യത്തെ 447ാമത് കേന്ദ്രവുമാണ് കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സേവാ കേന്ദ്രം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വൃത്തി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കനകക്കുന്നിൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 13 വരെ നടക്കുന്ന കോൺക്ലേവിൽ 60 സെഷനുകളിലായി 200ഓളം വിദഗ്ധർ ആശയങ്ങൾ പങ്കുവയ്ക്കും. മാലിന്യ സംസ്കരണം, കാലാവസ്ഥാ വ്യതിയാനം, ചാക്രിക സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. കോൺക്ലേവിൽ പ്രവേശനം സൗജന്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാരിന്റെ 817.8 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പിടുമെന്ന് മന്ത്രി VN വാസവൻ. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. US-ലേക്കുള്ള ചൈനീസ് ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ പകര തീരുവ ഇന്നു മുതൽ നിലവിൽ വരും. 104% താരിഫ് പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഡൊണാൾഡ് ട്രംപ് 2ാം തവണയും US പ്രസിഡന്റ് ആയതിനു മുൻപ് നിലവിലുണ്ടായിരുന്ന താരിഫുകൾക്ക് പുറമെയാണ് ഇത്. അതേസമയം ഒരു വ്യാപാര യുദ്ധത്തിൽ ആരും വിജയിക്കില്ലെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും ദരിദ്ര രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 18 റൺസിന് പരാജയപ്പെടുത്തി. ഈഡൻ ഗാർഡൻസിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 4 റൺസിന് പരാജയപ്പെടുത്തി. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ വിജയ് വീർ സിദ്ധുവിന് സ്വർണം. പുരുഷന്മാരുടെ 25 മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ISSF ലോകകപ്പിൽ ഈ ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടവും വിജയ് വീർ സ്വന്തമാക്കി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്നലെ ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ സ്മാരകത്തിൽ ചേർന്നു. പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ 150-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. AICC സമ്മേളനം ഇന്ന് സബർമതി നദീതീരത്ത് നടക്കും. മ്യാൻമാർ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3645ആയി. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ വ്യാപക നാശമാണ് ഉണ്ടായത്. 5017 പേർക്ക് പരിക്കേറ്റു. 148 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഭൂകമ്പത്തിന് ശേഷം 98 തുടർ ചലനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. മ്യാൻമറിനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും സഹായ രക്ഷാദൌത്യങ്ങൾ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോർച്ചുഗൽ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്ലൊവാക്യയിലെത്തി. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്ലൊവാക്യ സന്ദർശനം 29 വർഷങ്ങൾക്ക് ശേഷം. രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ. വഖഫ് നിയമം സാമൂഹിക നീതിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. വയനാട് ജില്ലയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള വൃത്തി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. അമേരിക്ക ഏർപ്പെടുത്തിയ പകര തീരുവ ഇന്നു മുതൽ നിലവിൽ വരും. പ്രത്യാഘാതങ്ങൾ ദരിദ്ര രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് UN. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.